കൊല്ലം സുധിയുടെ മരണത്തിനും മുമ്പും അതിനുശേഷം ഒരു വർഷത്തോളം മൂത്തമകൻ കിച്ചുവിനെ പൊതുവേദികളിൽ കാണുന്നത് ചുരുക്കമായിരുന്നു. അഭിമുഖങ്ങളിൽ പോലും വിരളമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. എന്നാൽ ഇപ്പോൾ കിച്ചുവിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും മറുപടികൾ നൽകുകയും ചെയ്യാറുണ്ട്. 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലും കിച്ചുവിനിന്നുണ്ട്. അടുത്തിടെയായിരുന്നു 21ാം പിറന്നാൾ. കുടുംബത്തോടും കൂട്ടുകാർക്കുമൊപ്പം അതിഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തു. കൊല്ലം സുധിയുടെ ചേട്ടൻ്റെ കുടുംബത്തോടൊപ്പം അവരുടെ മകനായി കിച്ചു താമസിച്ചു വരികയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ കോട്ടയത്ത് വന്ന് അമ്മ രേണുവിനെയും സഹോദരൻ ഋതുലിനെയും കണ്ട് സ്നേഹാന്വേഷണങ്ങൾ നടത്താറുണ്ട്. ഫോളോവേഴ്സ് എന്ത് ചോദ്യം ചോദിക്കാനുള്ള അവസരവും കിച്ചു ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒട്ടനവധി പേർ കിച്ചുവിൽ നിന്ന് തങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദ്യങ്ങളായി കുറിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കിച്ചു. കൊല്ലം സുധിക്കായി KHDC നിർമ്മിച്ച വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാകാം കിച്ചുവിന് വന്ന ആദ്യ ചോദ്യം സ്വന്തമായി വീട് വേണമെന്ന ആഗ്രഹമുണ്ടോയെന്നായിരുന്നു. പഠിച്ച് ജോലിയായതിനു ശേഷം സ്വന്തമായി വീട് വെക്കണമെന്ന് ആഗ്രഹം കിച്ചുവിനുണ്ട്. അതൊരു വലിയ ആഗ്രഹം തന്നെയാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കണം, കിച്ചു പറഞ്ഞു. നിലവിലെ ജീവിതത്തെക്കുറിച്ചും അമ്മ രേണുവിനെക്കുറിച്ചും ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ലൈഫിൽ വളരെ ഹാപ്പിയാണ്. വിഷമങ്ങളൊന്നും തന്നെയില്ല. സ്നേഹത്തോടെയാണ് എല്ലാവരുടെയും കൂടെ ജീവിച്ചു പോകുന്നത്. അമ്മയോട് ദേഷ്യം തോന്നാറില്ല. ആളുകൾ അമ്മയെക്കുറിച്ച് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പോകട്ടെ. ആളുകൾ ഓരോന്ന് പറയുന്നതിൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. നെഗറ്റീവ് കമൻസ് വന്നാൽ ബാഡായി ഫീൽ ചെയ്യാറില്ല. നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിലാണ് കാര്യം. നെഗറ്റീവ് പോസിറ്റീവും എല്ലാം സ്വീകരിക്കും. യൂട്യൂബ് ചാനൽ സെറ്റപ്പാക്കി എടുക്കണം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. യൂട്യൂബ് എനിക്കൊരു വരുമാന മാർഗമാണ്. കൂടാതെ ചില കോഴ്സും പഠിക്കുന്നുണ്ട്. യൂട്യൂബ് കൊള്ളാം. ഇതിൽ കരപിടിക്കാൻ പറ്റുമോയെന്ന് നോക്കാം. ഋതപ്പനും അമ്മയുമായി ചേർന്ന് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. എപ്പോഴും അത് തന്നെയായാൽ ശരിയാവില്ലല്ലോ എന്നും കിച്ചു പറഞ്ഞു. സ്വന്തമായി കാർ വാങ്ങാനുള്ള പണം എങ്ങനെ സമ്പാദിച്ചുവെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. യൂട്യൂബ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ലഭിച്ച ശേഷമാണ് ഞാൻ കാർ എടുത്തത്. വിദ്യാർത്ഥിയായ എനിക്ക് കാർ വാങ്ങാൻ പണം കിട്ടിയത് യൂട്യൂബ് വഴി തന്നെയാണ്. കാർ എടുക്കാനുള്ള മുഴുവൻ തുകയും യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ല. ബാക്കി തുക അല്ലാതെ സംഘടിപ്പിച്ചു. നല്ലൊരു റേറ്റിലായിരുന്നു അന്ന് ഈ കാർ കിട്ടുന്നത്. അതൊരു നല്ല ഡീലായി തോന്നി. അതുകൊണ്ട് വാങ്ങി എന്നും കിച്ചു പറഞ്ഞു. അമ്മ രേണുവിൻ്റെ നമ്പർ ഏത് പേരിലാണ് ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത്. അമ്മയ്ക്ക് ഒരുപാട് നമ്പർ ഉള്ളതുകൊണ്ട് സേവ് ആക്കിയിട്ടില്ല. ആരുടെയും നമ്പർ സേവ് ആക്കാറില്ല. മടിയാണ്. നമ്പറിൻ്റെ അവസാനം നോക്കിയാണ് ആളെ മനസ്സിലാക്കുന്നത് എന്നും കിച്ചു പറഞ്ഞു. ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന് ചോദ്യമുണ്ടായിരുന്നു. ബിഗ് ബോസിൽ വിളിച്ചാൽ പോകും. നല്ലൊരു കാര്യമല്ലേ അങ്ങനെ പോകാൻ കഴിയുക എന്നത്. സിനിമയിൽ അവസരം കിട്ടിയാലും പോകും. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഒന്നും നിരസിച്ചു കളയില്ല.